നമസ്കാരം. ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫോട്ടോവേഡ് മാസികയുടെ വാരാന്ത്യ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോട്ടോവേഡ് 2025 ഒക്ടോബർ ലക്കം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പ്രേമികളുടെയും ക്യാമറ പ്രേമികളുടെയും മനസ്സിൽ കാത്തിരിപ്പോടെ എത്തുന്ന ഫോട്ടോവേഡ് മാസികയുടെ 315 ലക്കമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഓരോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെയും കൈവിടാൻ പറ്റാത്ത പതിപ്പായിട്ടാണ് ഇത് എത്തുന്നത്. ഈ ലക്കത്തിന്റെ കവർ സ്റ്റോറി പ്രശസ്ത ഫോട്ടോഗ്രാഫർ റജി ഭാസ്കറിന്റെ അവതരണത്തോടെയാണ് ആരംഭിക്കുന്നത്. വിഷയം വിവാഹ ഫോട്ടോഗ്രഫിയിലെ ബൊക്കെ. എന്താണ് ബൊക്കെ? വിവാഹ ചിത്രങ്ങളിൽ അതിന്റെ പ്രാധാന്യം എന്താണ്? എങ്ങനെയാണ് ലെൻസ് തിരഞ്ഞെടുക്കേണ്ടത്? ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ ഈ ലക്കം നിങ്ങൾക്ക് നൽകുന്നു. കൂടാതെ ലെൻസുകളുടെ പ്രത്യേകതകളും ബൊക്കയുടെ സൗന്ദര്യം പരിപോഷിപ്പിക്കുന്ന രഹസ്യങ്ങളും റജി ഭാസ്കർ നമുക്കായി പങ്കുവയ്ക്കുന്നു. ഇനി വിപണിയിലെ മത്സരങ്ങളെക്കുറിച്ച് ശക്തമായ ഒരു എഡിറ്റോറിയൽ ഉണ്ട്. കാനോൺ EOS C50 കുറിച്ച് റിപ്പോർട്ട്. കൂടാതെ നിക്കോൺ ZR, ഫ്യൂജി ഫിലിം GFX Eterna 55, ഫ്യൂജി നോൺ GF 3290mm, കാനോൺ RF 85mm f1.4 എയർ ലെൻസ്, സിഗ്മ 20-200 ലെൻസ്, സാംയാങ് VAF-നെ കുറിച്ചും ന്യൂസ് പ്രോഡക്റ്റ് റിപ്പോർട്ട്. ഗോഡോക്സ് AD400 Pro 2-നെ കുറിച്ചും പ്രോഡക്റ്റ് റിപ്പോർട്ടുകൾ. കൂടാതെ SL ആനന്ദിന്റെ ഫോട്ടോകൾ. AI അധിഷ്ഠിത ഡിസൈൻ ലോകത്തെ വിപ്ലവവും കൂടാതെ സ്ഥിരം പങ്ക്തികളും. കാലത്തിനനുസരിച്ച മാറ്റങ്ങളുമായി ഗോപ്രോയുടെ ഏറ്റവും പുതിയ ബജറ്റ് ആക്ഷൻ ക്യാമറ വരുന്നതായി ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. മാക്സ് വന്നതിന് ശേഷം 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ മാക്സ് 2 അവതരിപ്പിച്ചിരിക്കുകയാണ് ഗോപ്രോ. രസകരവും സർഗാത്മകവുമായ മാറ്റവുമായി പുതിയ യുഗത്തിലേക്ക് ഗോപ്രോ പ്രവേശിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത്. മാക്സ് 2വിന്റെ റിലീസിനോടൊപ്പം ബിൽറ്റ് ഇൻ ലൈറ്റുള്ള ഒരു അൾട്രാ കോമ്പാക്ട് ആക്ഷൻ ക്യാമറയും ഗോപ്രോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീഡിയോയും ഫോട്ടോയും പകർത്താനുള്ള ലൈഫ് സ്റ്റൈൽ ക്യാമറ എന്നാണ് കമ്പനി ഈ ലിറ്റ് ഹീറോയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കോമ്പാക്ട് ഹീറോ ക്യാമറയെ അടിസ്ഥാനമാക്കിയാണ് ലിറ്റ് ഹീറോ ക്യാമറ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യത്തിനായി ഒരു ലൈറ്റ് കൂടി നൽകിയിരിക്കുന്നു. ഗോപ്രോ ഇന്റഗ്രേറ്റഡ് ക്വാഡ് LED 3 ലെവൽ പ്രകാശം വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ മൃദുവായ രൂപം ആവശ്യമുള്ളപ്പോൾ ഒരു ഡിഫ്യൂസറായും ഇതിനെ നമുക്ക് പരിഗണിക്കാം. 5.44mm × 3.09mm സെൻസറാണ് ഇതിലുള്ളത്. 60p വരെ 4K വീഡിയോയും ഇതിൽ ലഭിക്കും. 12MB 4:3 സ്റ്റിൽ ഫോട്ടോകളും എടുക്കുവാൻ സാധിക്കുന്നതാണ്. ലിറ്റ് ഹീറോ 23,000 രൂപയ്ക്ക് പ്രീ ഓർഡറിന് ലഭ്യമാണ്. പുതിയ സെൻസറുമായി സോണി A7 V ഉടൻ എത്തുമെന്ന് ഉറപ്പായി. സോണി A7 IVന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള കിംവദന്തി സൈറ്റായ സോണി ആൽഫ റൂമേഴ്സ് പുതിയ ക്യാമറ അടുത്ത മാസമോ അതിനടുത്ത മാസമോ എത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറയ്ക്ക് ഒരു പുതിയ ഇമേജ് സെൻസർ ഉണ്ടായിരിക്കുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾക്കായി സോണിയുടെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഫോട്ടോഗ്രാഫി സമൂഹം മുഴുവൻ. ഗ്ലോബൽ റോളിംഗ് ഷട്ടറുകളുടെ ഗുണങ്ങൾ സംയോജിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് ഇമേജ് സെൻസറിനായി നിക്കോൺ പുതിയ പേറ്റന്റ് ഫയൽ ചെയ്തതായി ഒരു വാർത്ത വരുന്നുണ്ട്. ഇത് ഗ്ലോബൽ സെൻസർ സാങ്കേതികവിദ്യയുടെ ലൈവ് റീഡിംഗ് സാധ്യമാക്കുകയും റോളിംഗ് ഷട്ടറിന്റെ മെച്ചപ്പെട്ട ഡൈനാമിക് ശ്രേണിയും കുറഞ്ഞ ശബ്ദവും പ്രദാനം ചെയ്യുന്നുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി DJI അവതരിപ്പിച്ച മൗണ്ടിൽ ഘടിപ്പിക്കാവുന്ന മോഡുലാർ ആക്ഷൻ ക്യാമറയായ ഓസ്മോ നാനോയെ കുറിച്ചുള്ള വാർത്ത പങ്കുവയ്ക്കാം. Insta360ക്ക് ഓസ്മോ നാനോ ഒരു വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത്. ഇതൊരു ചെറിയ ആക്ഷൻ ക്യാമറയാണ്, എങ്കിലും ഒട്ടേറെ പുതുമകൾ ഇതിനുണ്ട്. ഒരു ഡോക്കിലേക്ക് കാന്തികമായി ഇതിനെ ബന്ധിപ്പിക്കുവാൻ സാധിക്കും. 4K വീഡിയോ, അഡ്വാൻസ്ഡ് സ്റ്റെബിലൈസേഷൻ, 10-bit കളർ എന്നിവയുള്ള ഈ ചെറിയ ക്യാമറയിൽ നിന്ന് DJI പ്രോ ലെവൽ ഗുണനിലവാരം പ്രതീക്ഷിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. 9.6mm × 7.2mm സെൻസറാണ് ഇതിലുള്ളത്. കൂടുതൽ ലൈറ്റിംഗ് സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനത്തിനായി ഇത് 13.5 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചും നൽകുന്നുണ്ട്. താരതമ്യേന വലിയ സെൻസർ ഉണ്ടായിരുന്നിട്ടും ക്യാമറ ചെറുതാണ്. 52 ഗ്രാം ഭാരവുമുണ്ട്. ഹെൽമറ്റുകൾ, തൊപ്പികൾ, ലാനിയാർഡുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ പ്രതലങ്ങളിൽ ഓസ്മോ നാനോ മൗണ്ട് ചെയ്യാൻ സാധിക്കും.
ക്യാമറയ്ക്ക് 4K 60 വരെയും സ്ലോ മോഷനായി 4K 120 വരെയും വീഡിയോ റെക്കോർഡ് ചെയ്യുവാൻ കഴിയും. സൂപ്പർ നൈറ്റ് മോഡ്, പ്രീ റെക്കോർഡിംഗ്, ഹൈപ്പർ ലാംപ്സ്, ടൈം ലാപ്സ്, ജസ്റ്റർ കൺട്രോൾ തുടങ്ങിയവയും ഉണ്ട്. 35 MB സ്റ്റിൽ ഫോട്ടോകൾക്കും ഇത് പ്രാപ്തമാണ്. സ്റ്റീരിയോ റെക്കോർഡിംഗിനായി ഓസ്മോ നാനോയിൽ 2 ബിൽറ്റ് ഇൻ മൈക്രോഫോണുകൾ ഉണ്ട്. റിസീവർ ഇല്ലാതെ തന്നെ 2 DJI മൈക്രോഫോൺ ട്രാൻസ്മിറ്ററുകളുമായി കണക്ട് ചെയ്യാനും കഴിയും. 64 GB, 128 GB എന്നീ 2 പതിപ്പുകളിൽ ഇത് ഇറങ്ങുന്നുണ്ട്. ഓസ്മോ നാനോ സ്റ്റാൻഡേർഡ് 64 GB കോംബോയ്ക്ക് 26,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. ചിത്രങ്ങളുടെ റെസൊല്യൂഷൻ കൂടുന്തോറും റെക്കോർഡിംഗ് സ്പീഡ് കുറയുമെന്ന സങ്കടം ഇനി വേണ്ട കേട്ടോ. 100 ഫ്രെയിം പെർ സെക്കൻഡ് സ്പീഡിൽ 105 മെഗാ പിക്സൽ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ ശേഷിയുള്ള സെൻസർ സോണി അവതരിപ്പിച്ചു കഴിഞ്ഞു. സോണി IMX927 ആണ് സോണി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന CMOS സെൻസർ. പരമ്പരാഗത ദീർഘചതുരത്തിന് പകരം പുതിയ സെൻസറിന് ചതുരാകൃതിയാണ്. 39.7 mm ആണ് ഇതിന്റെ ഡയഗണൽ സൈസ്. കാർ ഉടമകൾക്കായി ഇതാ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ കാർ ഓഫ് ആയിരുന്നാലും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ഡാഷ് ക്യാമറ ഇതാ എത്തിക്കഴിഞ്ഞു. ഡാഷ് ക്യാമറകളുടെ ലോകത്ത് ഇതൊരു പുതിയ വാർത്തയാണ്. പവർ ബാങ്കുകൾ, ഹെഡ്ഫോണുകൾ, സുരക്ഷാ ക്യാമറകൾ എന്നിവ ഡീൽ ചെയ്യുന്ന ബ്രാൻഡായ ബേസിയസ് എന്ന കമ്പനിയാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ ഡാഷ് ക്യാം പുറത്തിറക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് നിരീക്ഷണത്തിന് ഏറെ പ്രയോജനപ്പെടുന്ന പ്രൈം ട്രിപ്പ് BD1 Pro ഡാഷ് ക്യാം ഒരു തരംഗമായി മാറാൻ ഇടയുണ്ട്. ഇതൊരു സോളാർ പാനലും ഓൺബോർഡ് ലിഥിയം ബാറ്ററിയും സംയോജിപ്പിച്ച് ക്യാമറയ്ക്ക് സ്വന്തം പവർ ഉൽപ്പാദിപ്പിക്കാനും കൈകാര്യം ചെയ്യാനും അനുവദിക്കുന്നു. 14 ദിവസം വരെ സ്റ്റാൻഡ് ബൈ പാർക്കിംഗ് നിരീക്ഷണം ഇത് സാധ്യമാക്കുന്നുണ്ട്. വാഹനത്തിൽ ചലനമോ ആഘാതമോ ഉണ്ടാകുമ്പോൾ സിസ്റ്റം യാന്ത്രികമായി ഉണർന്ന് ഫ്രണ്ട്, റിയർ ക്യാമറകളിൽ നിന്ന് ഒരേ സമയം 30 സെക്കൻഡ് ക്ലിപ്പുകൾ റെക്കോർഡ് ചെയ്യും. 20 സംഭവങ്ങൾ വരെ സംഭരിക്കാൻ കഴിയും. ആകെ 40 ക്ലിപ്പുകൾ വരെ റെക്കോർഡ് ചെയ്യാം. രസകരവും സർഗാത്മകവുമായ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന അവകാശവാദവുമായി ഗോപ്രോ. ദീർഘകാലമായി കാത്തിരുന്ന 360 ഡിഗ്രി ക്യാമറയുടെ പിൻഗാമിയെ ഗോപ്രോ ഇപ്പോൾ Max 2 പുറത്തിറക്കിയിരിക്കുന്നു. 8K 360 ഡിഗ്രി വീഡിയോ, പ്രോ ഗ്രേഡ് റെക്കോർഡിംഗ് ഓപ്ഷനുകൾ, മികച്ച ഓഡിയോ എന്നിവ ഉൾപ്പെടെ യഥാർത്ഥ മാക്സിൽ നിന്ന് ഒട്ടേറെ പുതുമകളുമായാണ് Max 2 അവതരിപ്പിച്ചിരിക്കുന്നത്. ഒറിജിനൽ മാക്സിന്റെ റിലീസ് തീയതി മുതൽ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് Max 2 പുറത്തിറങ്ങുന്നത്. ഇത് 8K 360 ഡിഗ്രി വീഡിയോയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒന്നിലധികം ക്യാമറകളിൽ നിന്ന് ഏകീകൃത വീഡിയോ സൃഷ്ടിക്കുന്നതിന് പറ്റിയ ക്യാമറയാണ് ഇതെന്ന് ഗോപ്രോ പറയുന്നു. 6.17 mm x 4.55 mm സെൻസറാണ് ഇതിൽ ഉള്ളത്. ഇത് അല്പം ചെറുതാണെന്ന് ഗോപ്രോയുടെ പ്രതിനിധി തുറന്നു പറഞ്ഞു. കുറഞ്ഞ വെളിച്ചത്തിൽ Max 2 അത്ര മികച്ചതല്ല എന്നും കൂട്ടിച്ചേർത്തു. കോമ്പാക്ട് ഡിസൈൻ നിലനിർത്താനാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് ഗോപ്രോ പറയുന്നത്. ഗോപ്രോ റീഫ്രെയിമിനുള്ള ഒരു പുതിയ ഡാവിൻസി റിസോൾവ് പ്ലഗിൻ ഉടൻ വരുമെന്നും കമ്പനി പ്രഖ്യാപിച്ചു. നിലവിലുള്ള അഡോബ് പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സ് പ്ലഗിനുകളിൽ ഇത് ചേരും. ധാരാളം റെക്കോർഡിംഗ് പ്രീസെറ്റുകളും ഈ ക്യാമറയിലുണ്ട്. സൗണ്ട് റെക്കോർഡിങ്ങിനായി 6 മൈക്രോഫോണുകളും റെക്കോർഡിംഗ് ദിശയെ അടിസ്ഥാനമാക്കി അത് ഓരോന്നും പ്രവർത്തിക്കും. ഗോപ്രോ Max 2 ഇപ്പോൾ 40,000 രൂപയ്ക്ക് പ്രീ ഓർഡറിന് ലഭിക്കും. 2025 ഏറ്റവും മികച്ച ഫോട്ടോ പ്രിന്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. റെഗുലർ, ലാർജ്, എക്സ്ട്രാ ലാർജ് വലുപ്പങ്ങളിൽ ഫോട്ടോ പ്രിന്റിങ്ങിനുള്ള മികച്ച ചോയ്സുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. A4 സൈസ് ഫോട്ടോ പ്രിന്ററുകളിൽ കാനോൺ പിക്സ്മ G620 മികച്ച ഒരു ചോയ്സാണ്. 6 ഇഞ്ച് സിസ്റ്റവും ആയതിനാൽ മികച്ച കളർ പ്രദാനം ചെയ്യുന്നുണ്ട്. അതേസമയം എപ്സൺ ഇക്കോടാങ്ക് ET8500 ആണ് ഒരു മൾട്ടിപർപ്പസ് A4 മോഡൽ. വലിപ്പമുള്ള A3 ഫോട്ടോ പ്രിന്ററുകളിൽ കാനോൺ ഇമേജ് പ്രോഗ്രാഫ് പ്രോ 310 ആണ് മികച്ചത്. 310 ആണ് മികച്ചത്. ഗോളസി, മ്യൂട്ട്, ഫൈൻ ആർട്ട് മീഡിയകളിലും മികച്ച പ്രകടനം നൽകുന്ന പിഗ്മെന്റ് ബേസ്ഡ് മോഡലാണ്. കാനോൺ പിക്സ്മ പ്രോ 200X ആകട്ടെ A3+ ഡൈ മോഡലിൽ മികച്ച പ്രിന്ററായി കണക്കാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഗ്ലോസി ഫോട്ടോകൾക്ക് ഇത് അഡ്വൈസബിൾ ആണ്. എപ്സൺ ഷുവർ കളർ SC-P700 ആകട്ടെ പനോറമിക് പ്രിന്റിങ്ങിന് പറ്റിയതാണ്. പുതിയ തലമുറയിലെ ഫ്ലെക്സിബിൾ മോഡലായിട്ടാണ് എപ്സൺ ഇക്കോടാങ്ക് ET8550 അവതരിപ്പിച്ചിരിക്കുന്നത്. 13 ഇഞ്ച് അളവിൽ ബോട്ടിൽ ഫീഡിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ചെലവ് കുറച്ച് വലിയ ഫോട്ടോകൾ പ്രിന്റ് ചെയ്യാൻ ഇത് അനുയോജ്യമാണ്. വലിപ്പമുള്ള പ്രിന്റിങ്ങിനായി കാനോൺ ഇമേജ് പ്രോഗ്രാഫ് പ്രോ 1100 മികച്ച ഒരു ചോയ്സ് ആയിരിക്കും. എപ്സൺ ഷുവർ കളർ SC-P900 എന്നത് SC-P700 മോഡലിന്റെ വലിയ പതിപ്പാണ്. ഇനി
സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ഫോണുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 2025 ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകൾ ലോങ് ലൈഫും ഷോക്ക് പ്രൂഫും മാത്രമല്ല, അവ സങ്കീർണമായ പവർ ഹൗസുകളും കൂടിയാണ്. മികച്ച ക്യാമറകൾ, വിപുലമായ ബാറ്ററി ലൈഫ്, നൈറ്റ് വിഷൻ, തെർമൽ ഇമേജിംഗ് പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവ കൂടി അവ പ്രദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ മല കയറുകയാണെങ്കിലും നിർമ്മാണ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ തക്ക രീതിയിലാണ് സ്മാർട്ട് ഫോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫുള്ള ഫോണുകൾ മുതൽ പ്രൊജക്ടറുകളും പവർ ബാങ്കുകളും പോലെ പവർ ഇരട്ടിയാകുന്ന ഉപകരണങ്ങൾ വരെ ആധുനിക റഗ്ഡ് സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാണ്. അങ്ങനെ ഡ്രോപ്പ് റെസിസ്റ്റൻസും വാട്ടർ പ്രൂഫിംഗും മുതൽ ക്യാമറ ഗുണനിലവാരവും പ്രത്യേക സവിശേഷതകളും വിലയിരുത്തിക്കൊണ്ട് ഇന്ന് ലഭ്യമായ ഏറ്റവും കഴിവുള്ള റഗ്ഡ് സ്മാർട്ട് ഫോണുകളാണ് 2025 ഉള്ളത്. ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.